അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും എല്ലാവരും എവിടെ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതായത് നമ്മൾ ഈ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ക്യൂട്ടാണ്. പക്ഷെ അതേ ഭാഷയിൽ ആ നിഷ്കളങ്കത്വം അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ വില്ലനായിട്ട് ചേട്ടൻ മാത്രമല്ല, ചേട്ടൻ്റെ അച്ഛനാണ് ആദ്യം അത് തുടക്കം കുറിച്ചത്. ആ തൃശ്ശൂർ ഭാഷയിൽ അങ്ങനെ ഒരു വില്ലനിസം കാണിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു എല്ലാവർക്കും ദേഷ്യം തോന്നുന്ന ഒരു വില്ലനായിരുന്നു അല്ലേ? അപ്പൊ ഈ അച്ഛൻ്റെ ആ ഒരു വില്ലൻ കഥാപാത്രങ്ങളൊക്കെ കുഞ്ഞിലേക്ക് കാണുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ അങ്ങനെ ഒരു വില്ലൻ കഥാപാത്രം ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? അച്ഛൻ ഓൾറെഡി സിനിമയിലുണ്ട്. ഞാൻ നമുക്ക് ബുദ്ധിയും ബോധമൊക്കെ വന്നു എന്ന് പറയുമ്പോൾ വന്നോ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പറയപ്പെടുമ്പോൾ സിനിമയിലുണ്ട്. വീട്ടിൽ അച്ഛൻ ഭയങ്കര അല്ലെങ്കിൽ അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഈ ക്യാരക്ടർ നല്ല ആപ്റ്റ് ആണ്. ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഉള്ളൂ, അയ്യോ എന്റെ അച്ഛൻ എന്ത് പാവാ, പക്ഷെ എങ്ങനെ ഇതിൽ ഇങ്ങനെ ക്രൂരത കാണിക്കുന്ന, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം നമ്മൾ ഈ സിനിമ കാണുമ്പോഴൊക്കെ അച്ഛൻ ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും ബലാത്സംഗം ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പുറത്ത് അമ്മ ഇരിക്കുന്നുണ്ട്, ചേട്ടൻ ഇരിക്കുന്നുണ്ട്, അച്ഛൻ ഇരിക്കുന്നുണ്ട്. ചില ദിവസം അച്ഛൻ ഉണ്ടാവില്ല, ഞങ്ങൾ മാത്രം പോയി കാണാറുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും ഞങ്ങൾക്കൊക്കെ അച്ഛൻ്റെ ജോലിയായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുള്ളൂ ഇതുവരെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് വേണം അച്ഛൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പെരുമാറുന്നതനുസരിച്ചായിരിക്കും. അച്ഛൻ അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ ഇങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ ആ സിനിമയിൽ അച്ഛൻ്റെ വേഷം ചെയ്യുന്നു. ഇപ്പം എൻ്റെ അമ്മോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, ഇത്രേ നീ കേട്ടോ എനിക്കറിയില്ല, ബലാത്സംഗങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് അമ്മയുടെ ഒരു വിഷമമല്ലേ, അങ്ങനെ കാണുമ്പോൾ ഒക്കെ വിഷമമല്ലേ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അമ്മ ഡോക്ടറായിരുന്നു, അമ്മ മരിച്ചുപോയി. അപ്പോൾ അമ്മ അന്ന് പറഞ്ഞൊരു ഉത്തരം അച്ഛൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞത്രേ ഉള്ളൂ, ഞാൻ ഒരു ഡോക്ടറാണ്, അപ്പോൾ എനിക്ക് പല ആൾക്കാരെയും നഗ്നരായിട്ടൊക്കെ പരിശോധിക്കേണ്ടി വരുന്നുണ്ട്, പാർട്ട് ഓഫ് മൈ ജോബ്. അപ്പോൾ അത് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഭർത്താവ് വന്നിട്ട് നിങ്ങളിങ്ങനെ പരിശോധിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്, ആ ജോലിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെ ആ സിനിമയെ സമീപിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്കും അങ്ങനെ തോന്നില്ല. ചേട്ടന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലേ? കുറെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ അഭയകുമാറിനെയാണ് ഭയങ്കര ഇഷ്ടം. അത്ര നിഷ്കളങ്കമായിട്ടുള്ളൊരു മനുഷ്യരൊക്കെ ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ ഉണ്ടോ ചേച്ചി? അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഞാൻ സത്യമാണോ? നിഷ്കളങ്കനാണ്, പക്ഷെ ആ സിനിമയിൽ കാണുന്ന അത്ര അത്ര അറിഞ്ഞാൽ മതി, അത്ര നിഷ്കളങ്കനാണോ എന്ന് അറിഞ്ഞാൽ മതി. പക്ഷെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അഭയകുമാർ. ഞാൻ അത് സ്കൂളില് എൻ്റെ മൂത്ത മോനെ കൊണ്ടാക്കുന്ന സമയത്ത്, അന്ന് താഴെയുള്ള ആളില്ല, മൂത്ത ആളെ കൊണ്ടാക്കുന്ന സമയത്ത് UKG കൊണ്ടാക്കുന്നവരെ നമ്മൾ ഈ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിള്ളേർക്കൊക്കെ പേടിയാ. ഞാൻ കൊണ്ടാക്കിയിട്ട് സ്കൂളിൽ വിടുമ്പോഴൊക്കെ എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പേടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. ആരും നമ്മുടെ അങ്ങനെ അധികം സംസാരിക്കാനൊന്നും വരാറില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ ഈ സിനിമ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേ പിള്ളേർ നമ്മൾ ഹലോ തുത്തുരുതു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ചും കൂടി ജനകീയമായി. ആ ചേച്ചിക്ക് ഇഷ്ടമായിരുന്നു ഈ അഭയകുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ? ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. അതെ, ചെയ്ത വീട്ടിൽ എപ്പോഴെങ്കിലും ഇതുപോലെ തുത്തുരു തുത്തുരു എന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ടോ? ഫ്രണ്ട്ലിയാണ്. വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന കാരണം അങ്ങനെ ഒരു സ്വഭാവമല്ല. എന്നാലും കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ കൂടുതൽ ഈ വില്ലൻ ക്യാരക്ടർ ആയിരുന്നില്ലേ ചെയ്ത്? അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഒരു ചേകവർ എന്ന് പറഞ്ഞൊരു മൂവിയിലത്തെ ഒരു വില്ലനെയാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ ഹ്യൂമർ അധികം ചെയ്യണ്ട, വില്ലന്മാരെ ഇഷ്ടമുള്ള. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അത് ശരിയോ? അതിന്റെ കഥകളൊക്കെ നമുക്ക്